ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയുടെ പടിഞ്ഞാറൻ അറ്റത്തുള്ള ആസ്പെർ സോണിൽ സ്ഥിതി ചെയ്യുന്ന വില്ലാജിയോമാണ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിശാഖ്. ഹയാത്ത് പ്ലാസയ്ക്കും സ്പോർട്സ് സിറ്റിക്കും ഇടയിലുള്ള അൽബാബ് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന വില്ലാജിയോ മാൾ 2006 തീപിടുത്തത്തെ തുടർന്ന് 2012 വീണ്ടും തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചത്. പുരാതന അറബ് സംസ്കാരങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആയുധങ്ങളും മറ്റുപകരണങ്ങളും ഇവിടെ വാങ്ങാൻ ലഭ്യമാണ്. US, UK, ഇറ്റലി, ജർമ്മൻ വിപണികളിലെ നിരവധി പ്രശസ്ത ബ്രാൻഡുകൾ ഉൾപ്പെടെ 200-ലധികം സ്റ്റോറുകളുണ്ട് ഇവിടെ. ഒന്നും വാങ്ങാനല്ലെങ്കിലും ഡെക്കാത്ലോൺ കണ്ടപ്പോൾ വെറുതെ ഒന്ന് അകത്തേക്ക് കയറി. കൗതുകം കുറച്ച് കൂടുതലായതിനാൽ എന്തൊക്കെയോ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാട്ടിക്കൂട്ടി. കുറേയധികം ബ്രാൻഡഡ് ഷോപ്പുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതൊക്കെയോ ബ്രാൻഡുകൾ. കുറേ ആളുകൾ എന്തൊക്കെയോ വാങ്ങിക്കൂട്ടും, മറ്റു ചിലർ ഞങ്ങളെപ്പോലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കുന്നു. ഖത്തറിലുള്ള പല മറ്റു മാളുകളെ അപേക്ഷിച്ച് ഇവിടെ മലയാളി സ്റ്റാഫുകൾ വളരെയധികം കുറവാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മാളിന്റെ പ്രധാന ആകർഷണം ഇറ്റാലിയൻ ഹിൽടോൺ രീതിയിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഏകദേശം 150-200 മീറ്റർ നീളമുള്ള ഇൻഡോർ കനാലുമാണ്. 20 റിയാലാണ് തോണിയിൽ കയറി. ഏകദേശം ക്ലോസിംഗ് ടൈം ആയതിനാൽ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിച്ചില്ല. മൊത്തത്തിലൊരു ലക്ഷറി ഫീൽ തന്നെയാണ് ഇവിടെ നൽകുന്നത്. കനാലിന്റെ ഇരുവശവുമുള്ള ബ്രാൻഡഡ് ഷോപ്പുകളിൽ കൂടുതലും കാണാനാകുന്നത് ഫോറിനേഴ്സിനെ തന്നെയാണ്. ഒരു ഭാഗം നിറയെ മനോഹരമായ ഡ്രസ്സുകളുടെയും കോസ്മെറ്റിക്സുകളുടെയും അതുപോലെ തന്നെ പെർഫ്യൂമുകളുടെയും മനോഹരമായ ഷോപ്പുകൾ. മറുഭാഗത്ത് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഫുഡ് കോർട്ടുകളും ധാരാളമുണ്ട്. വളരെ മികച്ച ഒരു ഐസ് അരേനയും അതുപോലെ തന്നെ കുട്ടികൾക്കായുള്ള റൈഡുകളും ഇവിടെയുണ്ട്. അത്യാവശ്യം കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഖത്തറിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ ആസ്പെർ ടവർ അഥവാ ടോർച്ച് ടവറിന്റെ മുന്നിൽ നിന്നും വണ്ടിയിൽ കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.